ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു തരത്തില് ബാലേന്ദ്രൻ പറഞ്ഞാടി ശരി. ഇക്കണ്ട് ജനങ്ങളെല്ലാം വഞ്ചിച്ച് ജീവിക്കുന്നതിലും നല്ലത് രണ്ടല് തന്നെയാ. മനസമാധാനെങ്കിലും കിട്ടുമല്ലോ. എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം. ആ നീ വന്നോ, ഇരിക്കെ. പിള്ളേരെ കൊണ്ടുവന്നില്ലേടി? ഓ, അവർക്ക് ക്ലാസ് ഉണ്ട്. അച്ഛൻ ഉടനെ വരണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആർക്കെങ്കിലും വല്ല അസുഖമാണെന്ന്. അസുഖമായിരുന്ന ഡോക്ടറെ കണ്ടാൽ മതിയായിരുന്നല്ലോ. ഇത് അതിനൊക്കെ കഷ്ടമാ. കൃഷ്ണകുമാർ അറിഞ്ഞില്ലേ ബാലേന്ദ്രന്റെ? പറഞ്ഞു കേട്ടു. ഹോട്ടല് വിൽക്കാൻ തീരുമാനിച്ചു. വീടും വിൽക്കാണെന്ന് കേട്ടു. ആരൊക്കെ വന്ന് നോക്കിയത്രേ. വില കൊണ്ട് ശരിയാവണില്ല. പകുതി വിലയ്ക്കാ ചോദിക്കണേ. വിൽക്കാതെ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം നടക്കണമെങ്കിൽ കിട്ടിയ വിലയ്ക്ക് വിൽക്കേണ്ടി വരും. കോടതി 15 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് കാശ് മുഴുവൻ കൊടുത്തു തീർക്കുക, കെട്ടിവയ്ക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ അകത്താവും. കാശ് എവിടെയെങ്കിലും ഒതുക്കിയിട്ടുണ്ടാവും. അല്ലാതെ ബാങ്ക് പൊളിയില്ലല്ലോ. പൊളിഞ്ഞതല്ല, പൊളിച്ചതാ. അവനങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കില്ല. ഞാൻ നിന്നെ വരുത്തിയ ഒരു കാര്യം ആലോചിക്കാനാ. ബാലേന്ദ്രനെ സഹായിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. എന്റെ കയ്യിലാണെങ്കിൽ അത്രയധികം കാശൊന്നുമില്ല. അയ്യോ, ഞങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ല. നിങ്ങളോട് ചോദിക്കാനല്ല. അവന്റെ കടം മുഴുവൻ വിട്ടാൽ നമ്മളെ കൊണ്ടാവില്ല. അവനാരും 10 പൈസ കടവും കൊടുക്കില്ല. ഞാൻ ആലോചിക്കുന്നത് ഈ വീട് പണയപ്പെടുത്തി ഒരു 10-25 ലക്ഷം രൂപ കൊടുത്താൽ അവന്റെ വീട് വിൽക്കാതെ കഴിച്ചുകൂട്ടാം. മാത്രമല്ല, മിടുക്കനായതുകൊണ്ട് ഭാവിയിൽ അവൻ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നന്നായിക്കോളും. കടവും വിട്ടും. നിർമ്മല വഴിയാധാരാകാൻ പാടില്ലല്ലോ. അതൊരു ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കടായിട്ടല്ലേ കൊടുക്കണത്. കടം വീട്ടുമ്പോ എന്തത്ര ഉറപ്പ്? ഞങ്ങൾക്കും കാശിന് അത്യാവശ്യമുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഒരു വീട് വെച്ചിട്ടില്ല. അതെന്താ അച്ഛൻ ഇതുവരെ ഓർക്കാത്തത്? നിർമ്മല മാത്രമല്ലല്ലോ, ഞാനും അച്ഛന്റെ മോള് തന്നെയല്ലേ. നിനക്ക് ഇങ്ങനൊരവസ്ഥ വന്നില്ലല്ലോ. അതിപ്പോ ആരുടെയാ കുറ്റം? ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലോ അവസ്ഥ. ഞങ്ങൾക്ക് സമ്മതമല്ല. അവള് പറയണത് കാര്യമാ. പിന്നെ വേണമെങ്കിൽ ഈ വീടങ്ങ് വിൽക്ക്. എന്നിട്ട് എല്ലാവർക്കും സമമായിട്ട് വീതിക്ക്. അച്ഛനും അമ്മയും ഞങ്ങൾ നോക്കിക്കോളാം. എന്താ അത് വിട്ട് വേറൊന്നും ആലോചിക്കണ്ട. ഇവന്റെ അടുത്തൊക്കെ ചെന്ന് ജീവിക്കണം. വേണ്ട, ഒന്നും വേണ്ട. അനുഭവിക്കട്ടെ. അവളുടെ വിധിയാണെന്ന് സമ്മാനിക്കാം. நேரம் காலம் பாக்குற பழக்கம் இருக்கா? இப்ப நல்ல நேரம் தான். വളരെ நல்ல சமயம். என்ன சொன்னீங்கன்னு புரியல. நல்ல நேரம் தான் சொன்னேன். 40 lakhs cash, 50 lakhs draft. சரியா தான் இருக்கு. இருந்தாலும் எண்ணி பாத்துங்க. பரவாயில்ல. எங்க சைன் பண்ணு? ഇങ്ങ ഒരിക്കൽ കൂടെ കസേര വന്നിരിക്കട്ടെ. മോനെ ബാല, വാ വീടെത്തി. വേണ്ട, പിടിക്കില്ല. ഇങ്ങനെ കുടിച്ചോണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുവോ? എല്ലാരും കുറ്റപ്പെടുത്തും, താൻ തോന്നി. പക്ഷേ നാരായണൻ എന്നെ കുറ്റപ്പെടുത്തരുത്. തീരെ പ്രതീക്ഷിച്ചില്ല. ഇനി നിങ്ങളാരും തിരിഞ്ഞു നോക്കൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? മാപ്പോ, ഞാനൊരു താന്തോന്നിയായിപ്പോയി, ഒരു ഫൂൾ.
ജീവിക്കാനറിയാത്തൊരു മണ്ടൻ. ബാലേന്ദ്രനകത്തേക്ക് വരും. ഓ, വക്കീലുണ്ടോ? വക്കീലെ, ക്ഷമിക്കണട്ടോ. നിങ്ങളൊക്കെ എന്റെ നന്മയാണ് ആഗ്രഹിച്ചതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് ശരിയാവില്ല. ആ, എല്ലാരും ഉണ്ടല്ലോ. നിമ്മിക്ക് ആശ്വാസമായില്ലേ? നിമ്മി ഭയന്നിരിക്കായിരുന്നു. എല്ലാരും പിണങ്ങിന്ന് കരുതി. മോളുറങ്ങിയോ നിമ്മി? ഉറങ്ങി. ഉറങ്ങട്ടെ. ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്റെ മോള്. ഹോട്ടല് വിറ്റു. വിറ്റു. വെറും 90 ലക്ഷം രൂപയ്ക്ക് കാറും വിറ്റു. ബാലേന്ദ്രൻ എന്നും അഹങ്കരിച്ചിരുന്ന ബെൻസ് നീ പോയി വീടും കൂടെ ഉണ്ട്. പലരും വന്ന് നോക്കിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ റെഡി ക്യാഷുള്ള ആർക്കെങ്കിലും ഇതും വെക്കും. പോട്ടെ, ഒക്കെ നമുക്കുണ്ടാക്കാം. പോണതൊന്നും ഓർത്ത് വിഷമിക്കരുത്. സമ്പത്ത് എപ്പോഴും അങ്ങനെയാ, അത് വരും പോകും. മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ കഥ പോലുണ്ട്. വഴിയാധാരം. നിന്റെ ആത്മവിശ്വാസം നശിക്കാതിരുന്നാ മതി. അങ്ങനെ വഴിയാധാരാകേണ്ട ഗതിയോടൊന്നും ഇപ്പൊ ഇല്ല. അത് നിന്റെ വീട് തന്നെയാ. വീട്ടിൽ താമസിക്കാൻ ആളില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. നീ മനസ്സമാനം നശിപ്പിക്കാതെ ബാധ്യതകളൊക്കെ തീർക്കുക. പിന്നത്തെ കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം. ആ, നിങ്ങൾ എത്തിയോ ബാമോളെ? വീട് ഒഴിഞ്ഞു കൊടുത്തു. നിന്റെ പെട്ടി സാധനം ഒന്നും കൊണ്ടുവന്നല്ലേ? ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കുക. നിമ്മി, നിമ്മി മോളെ, എന്താ ഇത്? എന്ത് കരച്ചിലാ നീ കരയണേ? ഇനി എല്ലാരും ഇല്ലേ നമ്മള്? നിനക്കും നിന്റെ കുട്ടിക്കും ഭർത്താവിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഇത് നിന്റെയും കൂടി വീടല്ലേ മോളെ? നിന്റെ ആഭരണങ്ങളും വിറ്റോ? ഒക്കെ പോട്ടെ, നിനക്കും മോക്കും അത്യാവശ്യത്തിന് വേണ്ട ആഭരണങ്ങള് അമ്മയുടെ കയ്യിലുണ്ട്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയോ? എല്ലാം ചേർത്താ കൊടുത്തത്. ഇവിടെ കൊണ്ടുവന്ന എവിടെ ഇടുന്ന് ആലോചിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടല്ല വരണത്. പിന്നെ ഞാൻ വാടകയ്ക്ക് ഒരു ചെറിയ വീട് ശരിയാക്കിയിട്ടുണ്ട്. അതിന്റെ ആവശ്യം എന്താ? ഞാനിവിടെ പറഞ്ഞതല്ലേ, ഈ വീട്ടിൽ താമസിക്കാൻ മോശമാണെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ വേറൊന്നും വിചാരിക്കണ്ട, എനിക്കതാണ് ഇഷ്ടം. ബാലചന്ദ്ര, നീ വെറുതെ മിഥ്യാഭിമാനം വെച്ച് വളർത്തരുത്. ജീവിക്കാനൊരു മാർഗവും ഇല്ല, 10 പൈസ വരുമാനവും ഇല്ല. ഒരു വാടക എടുത്ത് നീ എങ്ങനെ താമസിക്കുന്നതായി പറയുന്നേ? ബാലേന്ദ്രൻ ജീവിക്കാൻ തുടങ്ങിയപ്പോ കാറും ബംഗ്ലാവും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അന്ന് നീ ഒറ്റത്തടിയായിരുന്നു. ഇന്ന് അതുപോലല്ല, ഭാര്യയും കുട്ടിയുണ്ട്. നീ ജീവിച്ച പോലെ ജീവിച്ചവരല്ല അവര്. ഇത് ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു സമ്മതത്തിന്റെ ആവശ്യമില്ല. മര്യാദയും സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പേരിൽ വന്നു പറഞ്ഞു. സമ്മതമില്ലാണ്ട് നീ എന്റെ മോളെ വിളിച്ചോണ്ട് പോവോ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നു? എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോയിരിക്കും. ഭാര്യയൊക്കെ ശരി തന്നെ, പക്ഷെ അവളെ നിനക്ക് കെട്ടിച്ചെന്ന് കണ്ട ചേരിയിലും വാടകപ്പരലൊന്നും കൊണ്ട് താമസിപ്പിക്കാനല്ല. അന്തസ്സുള്ള ഇടത്തേക്ക് വിളിച്ചോണ്ട് പോ, വിടാം. എന്താ അച്ഛാ പ്രശ്നം? അല്ല, അവൻ പറഞ്ഞു കേട്ടില്ലേ, കെട്ടിച്ചെന്ന് അവളെ നട തള്ളിയവളൊന്നുമല്ല. ചോദിക്കാനും അന്വേഷിക്കാനും അധികാരം എനിക്കുണ്ട്. അവക്കൊരു കഷ്ടസ്ഥിതി വന്നാൽ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ബാലേന്ദ്രൻ വെറുതെ വാശിയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിനക്കിവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോ, അവളെ കൊണ്ടുവന്നേരിക്കണ്ട. വേണ്ട അച്ഛാ, വെറുതെ പറഞ്ഞു വഴക്കാവണ്ട. വഴക്കൊന്നുമല്ല, കാര്യ പറയണേ. നിമ്മി ഞങ്ങൾ വിടില്ല. അച്ഛാ, ബാലചന്ദ്രന് കാശേ പോയിട്ടുള്ളൂ, അഭിമാനം വിട്ടിട്ടില്ല. എന്റെ പെണ്ണിനെ കുഞ്ഞിനെ പോറ്റാൻ എനിക്കറിയാം. എന്താ ബാലേട്ടാ? എന്താ?
എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നിമ്മയെ മോളെ നമ്മൾ വിടുന്നില്ല. മാറി താമസിക്കണേ, അവൻ ഒറ്റയ്ക്ക് താമസിക്കട്ടെ. അവളെയും കുഞ്ഞിനെയും കാണണം തോന്നുന്നു. വരാം, കാണാം. അവരെ സംരക്ഷിക്കാനുള്ള നിലയാകുമ്പോ കൊണ്ടുപോയിക്കോട്ടെ. എന്റെ മോളെ ഇങ്ങോട്ട് തരാം. നിമ്മി, അപ്പോ നിങ്ങളെ അകറ്റാൻ വേണ്ടിയല്ല അച്ഛൻ പറയുന്നത്. നീ മോള് നരയിക്കും. ആ കുട്ടിയുടെ ഭാവ്യങ്ങൾ ആലോചിക്കണം. അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. വേണ്ടച്ചാ, ബാലേട്ടൻ എവിടെയാണോ അവിടെയാണ് ഞാൻ. ഈ മോളെ കുറിച്ച് അച്ഛനൊന്നും ആലോചിക്കണ്ട. മറന്നേക്ക്. വരുന്നില്ല, വരണ്ട. അവൾ പോയിക്കോട്ടെ. കഴുത്തിൽ താലി കെട്ടിയും വിളിച്ച ഏത് പെണ്ണിനെ കൂടെ പോകാതിരിക്കാൻ കഴിയാ? അയ്യോ, കുഞ്ഞുമോൾ എന്തെങ്ങനെ കരയണേ? രാരോ രാരാരോ വന്ന് കേറിയപ്പോ തുടങ്ങിയ കരച്ചില്ല. ഉഷ്ണം കൊണ്ടാ. എയർ കണ്ടീഷൻ വളർന്ന കുട്ടിയില്ലേ? നിർമ്മല അവിടെ? അവളെ അടുക്കളയിൽ. ഞാൻ എടുക്കാം മോൾ. ആ, ഈ സഞ്ചി അങ്ങോട്ട് കൊടുത്തേക്ക്. ഹൗ, എന്തൊരു പുഴുക്കം. മോള് കരയില്ലേ കേട്ടോ, കരയില്ലേ? കരയില്ലേ മോളെ? പച്ചക്കറി ആ മോളോ? നാരായണന്റെ കയ്യിലുണ്ട്. നീ കരയാണ്. ഏയ് പോക, കണ്ണു നീർന്നു. കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. കുറെ കൂടെ നല്ലൊരു വീട് കണ്ടുപിടിക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇടയുള്ള ഒരു വീട്. ഓ സാരമില്ല ബാലേട്ടാ, നമുക്ക് ഇതൊക്കെ മതി. എമ്മേ, നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു. എന്തിന്? വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാതെ ഈ നരകത്തിൽ കൊണ്ടുവന്നാക്കി നീ. ഏയ് ഇല്ല. മറ്റൊരാളുടെ തണലിൽ, മറ്റൊരാളുടെ ഔദാര്യത്തിൽ എനിക്കത് വയ്യനമ്മേ. ചെറുതാണെങ്കിലും വാടക വീടാണെങ്കിലും ഇത് നമ്മുടെയാണ്, നമ്മുടെ മാത്രം. ബാലേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം. ഉറങ്ങാണോ? ഏയ്, ഉറങ്ങുന്നുമല്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല നാരായണേട്ടാ. എന്താ ഇനി പ്ലാൻ? 19 ലക്ഷം രൂപ പലരുടെ കയ്യിലായിട്ടുണ്ട്. കമ്പനി പൊളിഞ്ഞൊന്ന് പരന്നത് കൊണ്ട് ഇനിയിപ്പോ തിരിച്ചു കിട്ടുമോ ആവോ, നോക്കണം. കേസ് കൊടുക്കണം. കേസെന്ന് പറഞ്ഞ എത്ര കാലാ നാരായണേട്ടാ നടക്കുക? വക്കീലന്മാർക്ക് കൊടുക്കാൻ പണം എത്ര വേണം? നിമ്മയും മോളും പട്ടിണി കിടക്കരുന്നേ ഇപ്പൊ ആഗ്രഹിക്കണല്ലോ. ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ എന്റെ ഒരു ആവശ്യമില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഓടുന്ന ഒരു ടാക്സിയിൽ ഒരു പണി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തരാവുന്ന വിചാരിക്കണേ. ഒരു വയസ്സുള്ളതിന് 3 നേരം കഞ്ഞി കുടിക്കാൻ കൊടുക്കണ്ടേ? നാരായണേട്ടന്റെ കാര്യം ഞാൻ മറന്നു. ബാല, താക്കോല്. നാരായണേട്ടന് ഒരു ആശയമുള്ളൂ. ഇനിയും ഒരു ബെൻസ് കാറിൽ ഈ മദ്രാസിലൂടെ പറക്കണം. അന്നും പുറകിൽ മുതലാളിയായിട്ടിരിക്കാൻ ഈ നാരായണേട്ടനെ വിളിക്കണം. നാരായണേട്ടാ, നാരായണേട്ടന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ബാലൻ വീണ്ടും വരും. അതുവരെ ഇതിരിക്കട്ടെ. എനിക്കെന്തിനത്? ഇതേ ഉള്ളൂ കയ്യില്. നമ്മുടെ ആദ്യത്തെ വണ്ടിയാ. വിൽക്കാൻ മനസ്സ് വരണില്ല. എന്റെ ഇരുന്ന ഇതും വെക്കേണ്ടി വരും. വേണ്ടെന്ന് പറയുന്നത്. ഇത് നാരായണേട്ടനാ. ഇരിക്കട്ടെ.
யார் நீங்க? உங்களுக்கு என்ன வேணும்? எனக்கு ஐயரை கொஞ்சம் பார்க்கணும். பாலச்சந்திரன் வந்திருக்குன்னு சொன்னா போதும். அவர் இன்னைக்கு காலையிலே பெங்களூர் போயிட்டாரு. ஒரு வாரம் கழிச்சு தான் வருவாரு. நான் வரும்போது அவரை மாடியிலையா? உங்களுக்கு தோணுதா இருக்கும் மிஸ்டர். இங்க பொம்பளைங்க மட்டும்தான் இருக்கும். தண்ணி போட்டிங்க வந்து தகராறா பண்றீங்க? ஏதாவது சொல்லணும்னா அவர் போன் பண்ணும்போது சொல்றேன். நேர்ல பார்த்து சொல்ல வேண்டிய விஷயம். அவர் எங்கிட்ட இருந்து 2 லட்சம் ரூபாய் கடனை வாங்கியிருக்காரு. அதை பத்தி தான் பேசணும். இத பாருங்க, அவர் வரும்போது நான் சொல்றேன். உங்களுக்கு அவரை கண்டிப்பா பார்க்கணும்னா ஒரு வாரம் கழிச்சு வாங்க. കടം ചോദിക്കാൻ വരുമ്പോ എന്തായിരുന്നു റെസ്പെക്ട്? ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ശിക്ഷ ചോദിച്ചില്ലെന്ന് തെണ്ടിയെ പോലെ എത്ര പേരുടെ മുന്നിൽ കൈനീട്ടി കാല് പിടിച്ചു. എന്നിട്ട് കിട്ടിയതെല്ലാം കൂടെ 10,000 രൂപ. ഒന്നും ആലോചിക്കേണ്ട ബാലേട്ടാ, കിട്ടുന്ന ലാഭമൊന്നും കരുതിയാ മതി. ഒരാളെ ഞാൻ വിടുവൊന്നുമില്ല, കേസ് കൊടുക്കും. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ആരും എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. മോൾ ഉറങ്ങിയില്ലേ നിമ്മി? ഈ ചൂടുകൊണ്ടിട്ട് എന്റെ മോള് തളർന്നു പോയി. പാവം. നിനക്ക് ചൂടും തളർച്ചയൊന്നുമില്ലേ നിമ്മി? ഓ, കൊച്ചു കുട്ടിയെ പോലാണോ ഞാൻ? ഈ തൊഴുത്തുപോലുള്ള വീട്ടിൽ ഈ കഷ്ടപ്പാടൊക്കെ പെട്ടിട്ട് നീ എങ്ങനെ ചിരിക്കുന്നു നിമ്മി? ഇതാ ഇപ്പൊ നല്ല തമാശ. കഷ്ടപ്പാട് എനിക്ക് തോന്നണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മരിച്ചാലോ എന്ന് വരെ ആലോചിക്ക. നാളെ എന്ത് അറിയില്ല. പുറത്തിറങ്ങിയ പരിഹാസം, അവമാനം. മദ്യം കഴിച്ചിട്ട് പോലും തലയ്ക്ക് പിടിക്കില്ല. ഇങ്ങനെ മനസ്സ് മാത്രം കേടുവോ മനുഷ്യന്?